ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞപ്പോ ഒരിക്കലും മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടേ ഇല്ല. അതായത് നമ്മൾ മുന്നിൽ കാണുന്ന ഒരു സംഭവം പറയുന്നു, അതിപ്പോ മുന്നിൽ കാണുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാകാത്തോണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞില്ല, അത് മനസ്സിലാവും. ശരിക്കും ഈ ഗാന്ധിജി 1920കളുടെ കാലത്ത് 15 അങ്ങനെയുള്ള കാലത്താണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം അദ്ദേഹം മധുരയിൽ ഇവിടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് കുറച്ച് കൃഷിക്കാർ അവിടെ കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ആ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് അവർ ഷർട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഗാന്ധിജി ഒരു ബാരിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഫോട്ടൊക്കെ ഇട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇന്ത്യ കാണാൻ നടക്കണമായിരുന്നു. അപ്പോൾ പുള്ളി അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊരു ഷർട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ആശാനെ, പണിക്കൊക്കെ പോണല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതായത് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് കാര്യങ്ങൾ നോക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു ഷർട്ട് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. അന്ന് ഷർട്ട് ഊരി കളഞ്ഞ ആളുടെ പേരാണ് മഹാത്മാഗാന്ധി. അതായത് ഇന്ത്യയിലെ പാവപ്പെട്ട ഷർട്ട് ഇടുന്ന കാലത്തെ ഞാൻ ഷർട്ട് ഇട്ടുള്ളൂ തന്നെ, അല്ലാതെ പുള്ളി മറ്റേ നമ്മുടെ സാധാരണ സ്കൂളിലൊക്കെ ഈ നമ്മുടെ എന്താണ് മോണോ ആക്ടിലൊക്കെ വരുന്ന വേഷം ധരിച്ച ആളല്ല ഗാന്ധി. അപ്പൊ അങ്ങനെ കുറച്ച് പല കാര്യങ്ങളില്ല. അപ്പൊ കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ, അതാണ് ഗാന്ധിജി പറഞ്ഞത്. അന്ന് പറയണ്ട് ഗാന്ധിജി നമ്മുടെ ഇവിടെ വൈക്കം സത്യാഗ്രഹ സമര കാലത്ത് വന്നു. ഈ അന്ന് അവിടുത്തെ ഒരു മനയുണ്ടായിരുന്നു. ആ മനയിൽ ആൾക്കാർ അവിടെ സംസാരിക്കാൻ ഗാന്ധി ചെല്ലുന്നു. അപ്പൊ ഗാന്ധി ബ്രാഹ്മണനില്ലാത്തതുകൊണ്ട് അകത്ത് കയറ്റിയില്ല, പുറത്തൊരു ഷെഡൊക്കെ അടിച്ചിട്ടാണ് സംസാരം നടത്തി. അപ്പോൾ ഗാന്ധിജി അവരോട് ചോദിച്ചു, ആ മനയിലെ അധികാരികളോട് ചോദിച്ചു, പാവങ്ങളല്ല അവരൊക്കെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് അന്നത്തെ അധികാരികൾ പറഞ്ഞത് അവര് ക്ഷുദ്രജന്മങ്ങളാണ്, സൂക്ഷിച്ച ജന്മങ്ങളാണ്, അങ്ങനെ നടത്താൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കടന്നു തുടങ്ങാം. അപ്പൊ എന്തോര സമരങ്ങളിലൂടെയാണ് ഞാൻ പറവൂരാണ് ജയിച്ചത്. പറവൂര് ഈ പാലിയം തറവാടിന് ചുറ്റൂടെ അവിടെ പട്ടി, പൂച്ച, മറ്റേ പശു, ആട്, എല്ലാ ജീവികൾക്കും പോകാം. ഈഴവർ മുതൽ താഴോട്ടുള്ള ജാതിക്കാർ പോയ കച്ചിക്കുന്നുകൾ എന്ന സ്ഥലത്ത് ജനിച്ച ആളാണ് ഞാൻ. അപ്പൊ ഞാൻ ജനിച്ച നാടങ്ങനെയായിരുന്നു. അപ്പൊ വയസ്സായ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഹിസ്റ്ററി പഠിച്ചിരുന്നത്. കോളേജിൽ ഹിസ്റ്ററി ഒന്നും പഠിക്കാൻ പറ്റില്ല, ഞാൻ വേറെ. അപ്പൊ വയസ്സായ ആൾക്കാരാണ് ശരിക്കും ഹിസ്റ്റോറിയന്മാർ. അവർ പറഞ്ഞു തരും എക്സ്പീരിയൻസ്. അപ്പൊ അന്ന് വളരെ നമ്മള് മാനവികത എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ ചുറ്റും നമ്മൾ ഇറങ്ങി നോക്കിയാൽ, നാട്ടിലേക്ക് ഇറങ്ങി നോക്കിയാല് നമ്മള് ജാതി വ്യവസ്ഥ, ജാതി പറഞ്ഞാൽ കേസ് കിട്ടുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കലാട്ട. അവിടെ ഞാൻ നോക്കിയപ്പോ എല്ലാവർക്കും ജാതി ഉണ്ട്. പക്ഷെ എവിടെയെന്നറിയോ, ഓരോ ആളുകളുടെ മനസ്സിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത്. ഇവരെങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ള ചിന്തയിലാണ് ഇങ്ങനെ. കാരണം ഇതിൽ പുറത്തുള്ള ആൾക്കാർക്ക് തോന്നുമല്ലോ ഓരോ ജാതി അങ്ങനെയൊക്കെ പറയും. ഞാൻ ഈ മുസ്ലിമായിട്ടുള്ള ജാതി പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു കഥയോട് കൂടി എഴുതി. അതാണ് ഇത്. അതായത് ഇപ്പോഴത്തെ കാലം 2000 ആയി, ഇപ്പൊ 2000 കാലഘട്ടങ്ങളിൽ ഇപ്പൊ ഈ പറയുന്ന ന്യൂ ജനറേഷൻ ആളുകളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത്. പഴയ ഒരു 90 വരെ ജനിച്ച ആളുകളുടെ ഉള്ളിലൊക്കെയാണ് ഇപ്പൊ ഈ പറയുന്ന ജാതി എന്ന് പറയുന്ന ഇത് വരുന്നത്. പുതിയ പിള്ളേർ ഇപ്പൊ അവർക്ക് ഈ പറയുന്ന അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന പോലെ മറ്റുള്ള ആളുകളോട് ഒരു അറ്റാച്ച്മെന്റോ ആളുകളുടെ കൂടുതൽ സ്നേഹാനുഭൂതിയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ ചില വാക്കുകളും പല ആശയങ്ങളും നമ്മൾ കേട്ടുവരുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊരു സിനിമ ഇറക്കുമ്പോൾ അത് എത്രമാത്രം ഇതായിരിക്കും? കാരണം അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നതാണ് ചോദ്യം. ഞാനൊരു സർക്കാർ ജീവനക്കാരനായിരുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ ബോധ്യപ്പെടാത്ത ഒരു സാധനവും ഞാൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയില്ല, ചെയ്യില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ കാസർഗോഡ് മുതൽ കൊടുങ്ങല്ലൂർ വരെ അങ്ങനെ തെക്കോട്ട് വർക്ക് ചെയ്തിട്ടില്ല. ആ വർക്ക് ചെയ്തപ്പോൾ ഞാൻ അഭിമുഖീകരിച്ച സർവീസിൽ, ഗവൺമെന്റ് സർവീസ് വരുന്ന ഈ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ഉന്നത തസ്തികകളിലുള്ള ആളുകളോട് മറ്റുള്ള ആൾക്കാർ പെരുമാറുന്ന സംഭവങ്ങൾ നമ്മൾ കാണാനും കേൾക്കാനും ഇടവരികയും ചിലപ്പോൾ അതിനോട് നേരിട്ട് എതിർക്കുകയൊക്കെ ചെയ്ത ഒരുപാട് സംഭവവികാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു മറ്റേ അംബേദ്കർ
ഒരു ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി വലിയ പോസ്റ്റിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം അനുഭവിച്ച കുറെ പ്രശ്നങ്ങളുണ്ട് ജാതിയുടെ പേരിൽ. ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും ഈ ദളിതരായ ജീവനക്കാരെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന്റെ ബോധ്യമുള്ളത്. സാർ പറഞ്ഞത് ശരിയാണ്, അതില്ലെന്ന് പറയുന്നില്ല. ാണ് ഞാൻ ഈ സതീശ് എന്ന് പറഞ്ഞ ഫുഡ് ഇൻസ്പെക്ടർ അവതരിപ്പിക്കുന്നത്. ശരിയാണ്, കറക്റ്റ് ബോധ്യമുള്ളത് എനിക്ക് എന്റെ നേരിൽ കണ്ടേക്കണത്. അപ്പൊ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നമ്മുടെ ഓഫീസറെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ അവരിൽ നിന്നുണ്ടായേക്കണ കടുത്ത ഭയങ്കരമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടല്ല, എന്നെ ഭയങ്കര അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ മനുഷ്യന്മാരാന്ന് അവരെ ചോദിച്ചിട്ടുണ്ട് അവരോടൊക്കെ. അപ്പൊ അവര് പറഞ്ഞ താൻ ഏത് മറ്റാളാന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ മറ്റേ ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യത്തിൽ നമ്മളെ ആഗ്രഹം കൊണ്ടല്ല നമ്മളിവിടെ ജനിക്കുന്നത്. കാരണം ലോസ് ആഞ്ചൽസ് ജനിക്കാൻ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ പറവൂരാണ് ജനിച്ചതെന്ന്. എന്തോരം ഡിഫറൻസ് ഉണ്ട്. എന്റെ 7,000, 8,000, 10,000 കിലോമീറ്റർ ഇപ്പം. അപ്പൊ നമുക്ക് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ഒരു മാനവികത എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനെ തുല്യമായി കാണാൻ ശ്രമിക്കുക. അതിനുശേഷമാണ് അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഓരോ പ്രദേശത്തിലും ഓരോ സംസ്കാരങ്ങളുണ്ട്. ഉദാഹരണം, മലയാളികൾ എല്ലാവരും ഓണം സദ്യ കഴിക്കുന്നു, അല്ലെങ്കിൽ അവര് ആ രീതിയിൽ ഓണക്കളി കാണാൻ പോകുന്നു. അതൊരു പ്രദേശത്തിന്റെ കൾച്ചറാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ കൾച്ചറാണ്. അത് ഏതെങ്കിലും ഒരു മതത്തിൽ ഓണാഘോഷമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാരണം അതിന്റെ ഓർഡർ തന്നെ തെറ്റാണത്. മഹാബലി എന്ന് പറയുന്ന അസുര ചക്രവർത്തി ഉണ്ടായിരുന്നു, അയാൾ നല്ലവനായിരുന്നു. അദ്ദേഹം വീണ്ടും കേരളം ഭരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി അദ്ദേഹം ഒരു ദിവസം പെർമിഷൻ എടുത്തിട്ട് നമ്മുടെ റോഡിലെ കൊടിയിലൂടെ കയറി വരുന്നു നമുക്ക് കാണാനായിട്ട്. അത് നമ്മൾ ആഘോഷത്തോടെ കാണുന്നു. ഇതല്ല ഓണം. അത് മലയാളികൾ മൊത്തത്തിൽ മലയാളികളുടെ വികാരമല്ലേ അത് ഏതെങ്കിലും മതവുമായി ബന്ധമുണ്ട്? ഒരു സംസ്കാരമാണ് മലയാളി ഒത്തൊരുമിച്ച് കൂടുന്നു. 10 ദിവസം അവധിയാണ്, പിള്ളേര് സ്കൂളില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ബോണസ് കിട്ടുന്നു, മറ്റേ നമ്മുടെ റീറ്റെയിൽ മദ്യഷാപ്പുകളൊക്കെ സജീവമാവുന്നു, ലോട്ടറി ഒരുപാട് കിട്ടുന്നു. 500 രൂപയുടെ ഈ പ്രാവശ്യത്തെ ലോട്ടറിയുടെ ചാർജ് അല്ലെ. ഈ കാശൊക്കെ മൊത്തം അങ്ങനെ റബ്ബർ ബാൻഡ് പോലെ സർക്കാർ തിരിച്ചു പിടിക്കുന്നുണ്ട്. റബ്ബർ ബാൻഡ് സംസ്കാരം 2 പ്രാവശ്യത്തെ ഇത് കൊടുത്തു, ഈ പെൻഷൻ പെട്ടെന്ന് കൊടുത്തു. അത് റബ്ബർ ബാൻഡാണ്. അത് കാരണം 1 പ്രാവശ്യത്തെ കൊടുക്കണമെങ്കിൽ പന്നേർക്കടയെ കൊണ്ട് കൊടുക്കും. അടുത്ത 2ാമത്തത് ബിവറേജസിലും ലോട്ടറിനും കൂടി കൊടുത്ത് നേരെ സർക്കാരിന്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ ഒരാഘോഷം ഉണ്ടായി. എല്ലാവരും ഡ്രസ്സൊക്കെ പിടിക്കുന്നു, ഓണക്കളി, ഓണപ്പാട്ട്, മറ്റൊരു സിനിമ. സിനിമകൾ 11 അല്ലെന്നുള്ളത് 11 സിനിമകളാണ് ഒരുക്കി വെച്ചേക്കുന്നത്. അതിലെത്ര ഗുണ്ടുണ്ടെന്നോ അത് നമുക്കറിയില്ല. അത് 11 സിനിമ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം ഒരു ആഘോഷം എന്ന് വെച്ചാൽ മലയാളികളുടെ ഒരു ആഘോഷം ഓണം തന്നെയാണ്. അപ്പൊ ആ ഓണത്തിന് ആഘോഷിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. അപ്പൊ അത് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ മഹാബലിയെ നമ്മൾ സ്വപ്നം കാണുന്നത് മനുഷ്യരെല്ലാവരും ഒന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ. പക്ഷെ എന്നിട്ട് നമ്മ ഈ കാണിക്കുന്നത് ശരിയാണ്. എന്നിട്ട് നമ്മൾ ഒരുത്തനെ പാവപ്പെട്ട ഒരുത്തൻ ജോലി കിട്ടി വന്നു, അവൻ ദളിതനായ പേര് ഓഫീസിൽ അവനെ പറഞ്ഞ സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളിൽ വെച്ചിട്ട് എനിക്ക് പറയാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് കുറച്ച് ഡയലോഗുകൾ കട്ട് ചെയ്തു. പക്ഷെ ഇതിലെ ഡയലോഗ് നിങ്ങൾ സഹിക്കില്ല. അത്രത്തോളം ആക്ഷേപിക്കുന്ന രീതിയിൽ കേരള സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റുള്ളൂ. അത് പറയണം. ഇപ്പോ ഈ ദളിതക്കാരെ റിപ്രസെന്റ് ചെയ്തിട്ട് നമ്മളുടെ സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ വേടൻ ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇൻഫ്ലുവൻസ് വന്നായിരുന്നു. പക്ഷെ അത് പലപ്പോഴും ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ വേടൻ ശരിക്കും വോയിസ് എന്ന് പറയുന്നത് ഈ ഇതേപോലെ ലോവർ കാസ്റ്റിൽ നിന്ന് വന്നു, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, അവരുടെ റിപ്രസെന്റേറ്റീവ് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അവര് പലപ്പോഴും ഒരു ബാഡ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ സമൂഹത്തിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകളും ഒരുപാട് കോൺട്രവേഴ്സീസ് നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. പ്രശ്നം എന്നറിയോ? അതായത് ഇപ്പൊ ഒരു പിന്നോക്കക്കാരായി അടിച്ചു പറത്തപ്പെടുന്ന ഒരാൾക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ബോധം ഉണ്ടാകണമെന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചെന്ന് പറഞ്ഞ ഇവിടെ 40 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നു ഗാന്ധിജി ഇവിടെ വരുമ്പോൾ. അത് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ കസ്തൂർബക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്നത്. ഇങ്ങനെ പണിക്കുമ്പോഴില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ നടക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണിത് ഇന്നും. അയാളുടെ എന്ത് പണിയാ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുത്തൊരു പിതാവ് മഹാത്മാഗാന്ധി എന്നറിയോ? അദ്ദേഹം ഈ പിള്ളേരുണ്ടല്ല, ഒരു കല്യാണത്തിന് കൊണ്ടുപോയിട്ടില്ല, ഒരു പാർക്കെല്ലാം കൊണ്ടുപോയിട്ടില്ല, ഒരു ബീച്ചിൽ കൊണ്ടുപോയിട്ടില്ല. ഇദ്ദേഹം ഉപ്പ് സത്യ ശരിയല്ല.
അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇതേപോലെ എല്ലാവർക്കും ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പൊ അയ്യങ്കാളിക്ക് ഉണ്ടായ ഫീലിംഗ് ഇവിടുത്തെ എല്ലാ ദളിതന്മാർക്കും ഉണ്ടായിട്ടില്ല, ഇല്ലല്ല. അതേപോലെ വേദന ഉണ്ടായി, അവിടെയാണ് പ്രശ്നം. ഇതൊരാൾക്ക് തിരിച്ചറിവുണ്ടാവുന്നതാണ് വിഷയം. ഞാൻ എന്തുകൊണ്ട് എന്നെ ഒരു മനുഷ്യനായിട്ട് കാണുന്നില്ല എന്നുള്ള തോന്നലുണ്ടാവുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന വിഷയങ്ങളാണത്. അത് നമ്മൾ അങ്ങനെ ഇങ്ങനെ ലഘൂകരിച്ച് കാണേണ്ട വിഷയങ്ങളല്ല അത്. രോഹിത് വെമൂല എന്ന് പറയുന്ന സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കുറിച്ച് അറിയാം. ആത്മഹത്യ ചെയ്ത ഒരാളാണ് അയാൾ. ദളിതനായതിന്റെ പേരില് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ആത്മഹത്യ ചെയ്തു തോന്നുന്നു. അതെല്ലാവർക്കും ഉണ്ടാവില്ല ഇത്. പക്ഷെ അതെന്താകുന്ന ഒരാളിൽ അതൊരു സാമൂഹ്യ പരിവർത്തനത്തിന് കാരണമാണ്. അപ്പൊ വേദന പാടുന്നതില് അയാൾ ആരാണെന്നുള്ളതല്ല, അയാൾ പാടുന്നതിൽ കാര്യമുണ്ടെന്നുള്ളതാണ് വിഷയം. അയാൾ പാടുന്നതിൽ കാര്യമുണ്ട്, അപ്പൊ അത് പ്രശ്നമാണ്. അത് ഈ പാടുന്ന ആളുകൾ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഇപ്പൊ വിനായകൻ അഭിനയിക്കുന്നുണ്ടോ, അഭിനയം അടിപൊളിയാണ്, ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര പുള്ളിയുടെ അഭിനയം കാരണം അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ മറ്റുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. എനിക്ക് ഞാൻ ചോദിക്കുന്ന കാര്യം, അദ്ദേഹം ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്ന കാര്യം. അപ്പൊ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദളിതർ ഒരു ഇൻഫ്ലുവൻസ് കാര്യങ്ങളിലേക്ക് കയറി, അദ്ദേഹം തന്നെ പറയുന്നത് ദളിതരാണെന്ന്. അദ്ദേഹം കയറി വരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യൂലേ ആളുകളെ എന്നുള്ള. ഒരു കറുത്തവന് അല്ലെങ്കിൽ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ടവനെ എന്തിൽ സെറ്റ് ചെയ്യേണ്ടെന്നാണ് ആൾക്കാർ നോക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ വേറൊരു കമ്മ്യൂണിറ്റിയില്ല, ഒരു സവർണർ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്നതിനെ കുറിച്ച് സമൂഹം അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നമുള്ളത്. സ്വാഭാവിക വർഷങ്ങളായി നേരിടുന്ന ഈ പീഡനങ്ങളില്ല. ഒരാള് ഇപ്പൊ ഞാനും താങ്കളും ഒരേ അർത്ഥത്തിൽ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ ജനനം കൊണ്ട് നിങ്ങൾ പറയുന്നു ഞാൻ നിന്നേക്കാളും ഉയർന്നവനാണെന്ന് പറയുന്ന മാനസികാവസ്ഥയില്ല. അത് ശരിക്കും ഇന്നത്തെ ഒരു 21ാം നൂറ്റാണ്ടിലൊന്നും അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. പക്ഷെ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ആ സാധ്യത താഴെ ജീവിക്കുന്ന ആൾക്കാരില്ല, അവർക്ക് സ്വാഭാവികമാവുന്ന വികാരങ്ങൾ അത് പല രീതിയിലും പുറത്തേക്ക് വരാം. ശരിയാണ്, പല രീതിയിലും പുറത്തേക്ക് വരാം, അപകടകരമായി വരാം. അപ്പൊ അതിനെ നമുക്ക് ആ സാമൂഹ്യ വ്യവസ്ഥിതി നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെ കുറ്റം പറയാൻ എങ്ങനെ പറ്റിയ? സാമൂഹ്യ വ്യവസ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോ, മാറുന്നില്ല. കാരണം പുതിയ ജനറേഷനിൽ പഴയ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറ്റേ, അങ്ങനെയാണെങ്കിലേ നമ്മൾ പത്രത്തിന്റെ മാട്രിമോണിയൽ പേജുകൾ നിങ്ങൾ തുറന്നു, ശരിയാണ്, അതിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും സാമൂഹ്യ വ്യവസ്ഥകൾ മാറുന്നുണ്ടോ എന്ന്. സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാലഘട്ടങ്ങളാണ് ഇപ്പോ. അത് പറയുന്ന ജനറേഷൻ വ്യത്യാസമുണ്ടല്ലോ. വീട്ടുകാരായിരിക്കും പറഞ്ഞ മാട്രിമോണിയൽ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ മനസ്സിൽ ഈ അതായത് ഈ ജാതി ചിന്തകൾ ആചരിക്കാത്ത, ജാതി എന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ എഴുതി വെക്കുന്ന ആനുകൂല്യങ്ങളിലൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് തോന്നി പോകുന്നതല്ല. ജാതി ചിന്തകൾ ആചരിക്കാത്ത എത്ര മനുഷ്യന്മാർ ഈ ആധുനിക കേരള സമൂഹത്തിലുണ്ട്? ചോദ്യങ്ങളാണ്. അത് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നത്. അതുണ്ട്, യാഥാർത്ഥ്യം അതായിരിക്കെ നമ്മൾ തേടിപ്പിടിച്ച് ഏതെങ്കിലും ഒരു ദളിതൻ ഏതെങ്കിലും മേഖല ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവനിലേക്ക് മാത്രം പോയിന്റ് ചെയ്തിട്ട് അവൻ ചെയ്തത് മാത്രമാണ് കുറ്റം എന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ട്. അവൻ ചെയ്തത് മാറ്റി. കാരണം അവൻ പതിറ്റാണ്ടുകളായി, അതായത് കേരളത്തിൽ ഈ 1950 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത മനുഷ്യന്മാരുണ്ടായിരുന്ന നാടാണ്. നമ്മൾക്ക് ഒരുപാടൊന്നും അഭിമാനിക്കാനൊന്നും ഇല്ല. അത്രയും വലിയ ദുരിതങ്ങൾ മറ്റുള്ള സാധാരണ മനുഷ്യർക്ക് അനുഭവിപ്പിച്ചിരുന്ന ഒരു നാട്ടില് നമ്മൾ അതേപോലത്തെ സാധനമായിട്ട് എതിരെ കാണണമെന്ന് അതിന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? പകല് ഒരു വിഭാഗം ജനങ്ങൾ, അതായത് പറയന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിന് പൊന്തക്കാടുകളിലൂടെ നടക്കണമായിരുന്നു. അത് പണ്ടേയുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതേ അതൊരന്യായമായിരുന്നു. ആ അന്യായം തന്നെയാണ് നമ്മുടെ മനസ്സിൽ മറ്റവൻ അധമനാണെന്ന് തോന്നുന്ന ബോധം. ആ ബോധത്തെ താർത്തുകളാണ്. ഇത് തോന്നാത്ത ഒരുപാട് ജനറേഷൻ ഉണ്ട്. തോന്നാത്ത ആൾക്കാരൊക്കെ വിടുന്നുണ്ട്. തോന്നുന്ന ഇപ്പൊ ഈ പറഞ്ഞൊരു സംഭവം ഇപ്പൊ പറഞ്ഞത് എന്താണ്, ദളിതരുടെ ചെറുതും നമ്മൾ വലുതാണെന്നുള്ളൊരു വ്യത്യാസം പല ആൾക്കാർക്കുണ്ട്. പക്ഷെ അതേ രീതിയിൽ തന്നെ ഈ റിസർവേഷൻ ഒക്കെ വരുമ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കുന്നു. അവർ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് പല റിസർവേഷനും പോകുന്നു. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഈ സവർണർ എന്ന് പറയുന്ന ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. എന്താണ് അതിന്റെ ലക്ഷ്യം?
ലക്ഷ്യമെല്ലാം ശരി തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ കഴിവുള്ള ഒരുപാട് ആളുകൾ എത്രയോ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടു പോകുന്നു. എന്തോ അവസരങ്ങൾ കിട്ടുന്നില്ല. കാലം മാറിയപ്പോൾ അല്ല, ഞാൻ ജസ്റ്റ് ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് പല ഉയർന്ന ജാതിയിലുള്ളവരായാലും പല കഴിവുള്ളവരായാലും ഇപ്പം ഈ പറയുന്ന ആനുകൂല്യങ്ങൾ മേടിക്കാൻ അവർക്കൊന്നും ആനുകൂല്യം കിട്ടുന്നില്ല. അവരെല്ലാം സ്വന്തം കഴിവ് കൊണ്ട് കയറി വരേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഈ പറയുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചുകൊണ്ട് സ്വന്തം കഴിവ് പുറത്തെടുക്കാൻ പറ്റാത്ത ആളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. അല്ലാതെ ജസ്റ്റ് ഇതൊരു ആർഗ്യുമെന്റ് അല്ല, ഇത് നമ്മുടെ സിനിമയുടെ പ്രൊമോഷനാണ്. സാധ്യത ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ, അതായത് ഒരിക്കലും ഒരു മേഖലയ്ക്ക് 100 പേര് ജോലിക്ക് എടുക്കുമ്പോൾ, സർക്കാർ ജോലിക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ജോലിക്ക് എടുക്കുമ്പോൾ ഒരിക്കലും വരാത്ത ആൾക്കാർക്ക് റിസർവേഷൻ ചെയ്താൽ മാത്രം വരുന്നതുകൊണ്ടാണ് റിസർവേഷൻ വന്നത്. അല്ലാതെ അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് കൊടുക്കുന്ന ഒരു ഔദാര്യമൊന്നും അല്ലത്. അവർ വരാത്തത് കൊണ്ട് മാത്രമാണ്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഒരുപാട് സ്വകാര്യ വിദ്യാലയങ്ങളുണ്ട്. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഏറ്റവും കൂടുതൽ ശമ്പളം പണം പറ്റുന്നത് എയ്ഡഡ് മേഖലയിലെ സ്കൂളുകളും കോളേജുകളാണ്. ഇതില് സംവരണം പാലിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാവോ? പാലിക്കപ്പെടുന്നില്ല. അവിടെ ഈ പറയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ, അതിന് ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം, ദേവസ്വം ബോർഡ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ 7000-ഓളം തസ്തികകളുണ്ട്. 7000-ഓളം തസ്തികകളിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി 10% തസ്തികയില് റിസർവേഷൻ കൊടുക്കുകയാണെങ്കിൽ എത്ര ദളിതരെ വെക്കേണ്ടി വരും, എത്ര SC ST-ക്കാരെ വെക്കേണ്ടി വരും, എത്ര OBC-ക്കാരെ വെക്കേണ്ടി വരും? അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 7000-ൽ 6000 സംതിങ് പോസ്റ്റുകൾ, 6500-ഓളം പോസ്റ്റുകൾ അവർക്ക് മുകളിലുള്ള ഉന്നത സമുദായത്തിലെ ആൾക്കാരാണ് കൈവച്ചത്. അവിടെ റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ റിസർവേഷൻ എന്നുള്ളത് അവിടെ ഇവരെ നിയമപരമായി അവരെ പാലിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിപ്പോഴും നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഉദാഹരണമായിട്ട് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഒരു കാലഘട്ടങ്ങളിൽ ഒരു സർക്കാരാണ്. ആ സർക്കാർ ഒരു ഉത്തരവ് പ്രകടിപ്പിക്കുന്നു. ഉത്തരവ് പ്രകടിപ്പിച്ചപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ, കുശിനിപ്പണി ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട്. അപ്പൊ സത്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. PSC ഒക്കെ വഴി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ക്ഷണിക്കും. അല്ലെ, അത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. മറ്റേ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ, അതായത് ഫുഡ് ഉണ്ടാക്കുന്നതിനെ കാറ്ററിംഗ് ഇതിൽ പഠിച്ചിട്ടുള്ള ബിരുദധാരിയായ ഒരാള്, 10 വർഷം എക്സ്പീരിയൻസ് ഒരാളെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളെ ക്ഷണിക്കുക. അതാണ് ഒരു മര്യാദ. അവിടെ ക്ഷണിച്ചത് ഒരു മലയാള ബ്രാഹ്മണനെ വേണമെന്നാണ്. അവര് ഭക്ഷണം ഉണ്ടാക്കാൻ പോലും അറിയാമെന്ന് ചോദിച്ചിട്ടില്ല. അതായത് ഈ പള്ളികളായാലും ഞാൻ ക്രിസ്ത്യനാണ്. പള്ളികളിലാകുമ്പോൾ പള്ളികളിലെ ഓരോ ആചാരങ്ങൾ അനുസരിച്ച് ഇപ്പൊ യാക്കോബിറ്റ്സുകാരനെ കൊണ്ടുപോയിട്ട് ഒരു സിറിയൻ പള്ളിയിൽ അവരുടെ സഭയിൽ കൊണ്ട് ചെയ്യില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു കാലഘട്ടം ആ ഒരു ഇതിന്റെ രൂപത്തിൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ക്രിസ്ത്യനായ കൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഈ അല്ല ഓക്കെ അല്ല പൊതുമേഖല എനിക്ക് ദേവസ്വം ബോർഡ് ഒരിക്കലും എനിക്ക് തോന്നുന്ന അതിലെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ സർക്കാരിന് ഈ ഇടപെടുക അതിന്റെ PSC ഒക്കെ എഴുതുന്ന ഒരു ഹിന്ദുക്കളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അതിന്റെ ഈ പറയുന്ന അതിന്റെ തസ്തികകളിൽ ഓരോരോ തസ്തികകളും കൊടുക്കേണ്ട ഒരു മന്ത്രി, ഒരു കേരളത്തിലുള്ള മന്ത്രി, നമ്മൾ എത്രത്തോളം മാറിയിട്ടില്ല എന്നുള്ള തെളിവ്. ഒരു മന്ത്രി, ആ വിഭാഗം ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്ത മന്ത്രി ഒരു വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ വിളക്ക് വെക്കാതെ അവിടുത്തെ ജോലിക്കാരൻ താഴത്ത് വിളക്ക് വെച്ചപ്പോൾ നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾ പുറകിട്ട് പോയി. അത് ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എത്ര നൂറ്റാണ്ടാണ് മനുഷ്യന്നുള്ളത് നമുക്ക് സാറ് പറയുന്നത് ഇപ്പൊ ചെയ്യുന്നത് ഒരു 25 വയസ്സുള്ള ഒരു പയ്യനാണ് അത് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ സാറ് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾക്ക് വേണമെങ്കിൽ യോജിക്കാം. ഈ ന്യൂ ജനറേഷൻ എന്നുള്ള സംഭവത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ കുറഞ്ഞു വരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ്. അത് സിനിമകൾ ഓക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സമ്മതിക്കും. അതല്ല, അപ്പൊ അതിന് മുന്നോട്ടുള്ള ആളുകളുടെ ചിന്ത ഇനിയൊരു ജനറേഷനാണല്ലോ. അതെ, ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചാല് അത് ശരിയാണ്. അത് ശരിയാണ്. അപ്പൊ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഇപ്പൊ ഏകദേശം ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചാലാണ് ഈ പറയുന്ന അന്ധകാരങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇതൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ബോധ്യങ്ങളിൽ നിന്നും മനസ്സിലായി. ഞാൻ 20 വർഷത്തോളം സർക്കാർ സർവീസ് ജോലി ചെയ്തപ്പോൾ ഉന്നത സമുദായം എന്ന് പറയപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, സമുദായമില്ല, എല്ലാ മനുഷ്യരും ഉണ്ടല്ല, തുല്യരാണ്. അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന പറയുന്നു നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞിട്ട് ഞാണ്ടല്ല,
മറ്റവനാണെന്ന് പറഞ്ഞത് അത് തെറ്റല്ലേ? അത് ശരിയാണ്, അത് ശരിയാണ്, ഞാൻ പറഞ്ഞോളൂ. അതൊക്കെ അതിന് എന്റെ മുമ്പിൽ കണ്ട ഉദാഹരണങ്ങൾ ഞാൻ ഇതിന്റെ സിനിമയിലൂടെ വെളിപ്പെടുത്തുന്നു. അത് അത്രേ ഉള്ളൂ അതിന്റെ ആൻസർ.